പ്രത്യേകിച്ച് തേറ്റ പറയുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ ഈ വന്യമൃഗം. ശരിക്കും എന്താണ് അതിനെക്കുറിച്ച് സാറിന്റെ ഒരു അഭിപ്രായം? അല്ല, തേറ്റ പറയുന്നത് ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ തേറ്റ പറയുന്ന ഒരു സത്യം എന്ന് പറയുന്നത്, കാട്ടിൽ നിന്ന് മൃഗം നാട്ടിലിറങ്ങുന്നത് അല്ലെങ്കിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നത് അതിൻ്റെ അതിജീവനത്തിന് വേണ്ടിയാണ്. അപ്പം കാടും കയ്യേറുന്ന ഒരു മനുഷ്യന് അതിന് നിലനിൽപ്പ് ഇല്ലാതെ വരുമ്പോഴാണ് ഒരു മൃഗം പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന ഇടതു രാഷ്ട്രീയമായാലും ഒരുപാട് പ്രത്യയശാസ്ത്രങ്ങളുടെ ഒരു നാടാണ് നമ്മുടെ എന്ന് പറയുന്നത്. KPSC പോലുള്ള ഒരു സംഘടന കലയിലൂടെയും നാടകത്തിലൂടെയും ഒക്കെ ഒരു പ്രത്യയശാസ്ത്രത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ആ നാടിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയായിരുന്നു. ഇന്ന് ഓരോ വിഷയങ്ങളും നമ്മുടെ സമൂഹത്തിലേക്ക് എടുത്തിടുന്നത് എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കാനാണ്. നമുക്കറിയാം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒന്ന് കത്തി നിൽക്കുന്ന സമയത്ത് മറ്റൊരു വിഷയം കടന്നു വരുന്നു, അതിനുശേഷം മൃഗം പുറത്തിറങ്ങുന്നു, അതിനുശേഷം മറ്റൊരു പ്രശ്നം പുറത്തിറക്കുന്നു. ഇതൊരു സൈക്കിളായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ബോധവാന്മാരാകേണ്ടത് ജനങ്ങൾ തന്നെയാണ്. സത്യത്തിൽ എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും കാറ്റിൽ പറത്തി വ്യക്തിചിന്തയിലേക്കും അവനവൻ്റെ തെറ്റുകളെ മൂടി വെക്കാനായിട്ട് ഓരോ പ്രശ്നങ്ങളെ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. എനിക്കെങ്ങനെയാണ് തോന്നുന്നത്, ഇന്ന് ഈ മൃഗം നാട്ടിലേക്ക് ഇറങ്ങി അതെന്ന് സ്വൈര്യവിഹാരം നടക്കുന്നതിനിടയ്ക്ക് മറ്റൊരു പ്രശ്നം വന്നാൽ ഇതിനെ മൂടി വയ്ക്കും. ഒരു സ്വാഭാവിക ചിന്തയാണ്. ഒരു പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വതമായ പരിഹാരം നമ്മുടെ സമൂഹത്തിൽ വരുന്നില്ല. അത് ഈ പറഞ്ഞ ഇടജിതയായാലും മറ്റേത് സംഘടനയായാലും എനിക്കെങ്ങനെയാണ് തോന്നുന്നത്. തേറ്റാസത്യത്തിൽ ഈ ഒരു വിഷയം ശക്തമായിട്ട് മറ്റൊരു തരത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം വേദനിക്കപ്പെട്ട ഒരു മൃഗത്തിൻ്റെ ഒരു പ്രതികരണമാണ് ഈ സിനിമയിൽ. അവൻ പോരാടുന്നത് മനുഷ്യന്റെ മനസ്സുമായിട്ടാണ്. അവിടെ തേറ്റ അത് വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. തേറ്റയ്ക്ക് എത്രമാത്രം OTT അല്ലാണ്ട് തിയേറ്ററിൽ കാണാനുള്ള എന്തോരം എക്സ്പീരിയൻസ് ഉണ്ടാവും? ആക്ഷൻസ് ആയാലും BGM ആയാലും കാര്യങ്ങളൊക്കെ ആയാലും എത്ര മാത്രം നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ ആ പടത്തിന്റെ പൂർണ്ണ രൂപം കണ്ടില്ല, കാരണം അത് അവർ വിളിച്ചപ്പോഴും എൻ്റെ ഒരു ഇതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇത് ചെന്ന് കയറിയ ദിവസം ഞാൻ എൻ്റെ തിരക്കഥ വായിച്ചിട്ടുണ്ടായിരുന്നു. ഈ തിരക്കഥ എന്നെ വല്ലാതെ ഭ്രമിപ്പിച്ചിരുന്നു. കാരണം വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടൊരു കണ്ടന്റാണ് ഇവർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഈ ചെറിയൊരു സെറ്റപ്പിൽ ഈ സിനിമ എങ്ങനെ പ്രസന്റ് ചെയ്യുമെന്ന് ഞാൻ അന്നേരം അമീറിനോട് ചോദിച്ചു. അമീർ, ഇത്ര വലിയൊരു സിനിമയെ ഈ എങ്ങനെ പ്രസന്റ് ചെയ്യും? എപ്പോഴും എനിക്കൊരു ആശങ്കയായിരുന്നു, ഇതൊക്കെ തീർക്കാൻ പറ്റുമോ, ഇത് സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുമോ. പക്ഷേ ഈ പറഞ്ഞില്ല, ഈ ഒരു ബാണിംഗ് ഫയർ എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന ഒരു ശ്രമത്തിന്റെ ഫലമാണെന്ന് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ എത്രമാത്രം മനോഹരമായിട്ടുണ്ടെന്നുള്ളത് അമീറാണ് പറയുന്നത്. അമീറിന്റെ സിനിമ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരെ സിനിമ കണ്ടിട്ടുണ്ട്? അമീർ പറഞ്ഞ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് കേട്ടോ, നമ്മൾ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് സിനിമ കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം അതുപോലെ ഇപ്പം പറഞ്ഞില്ലേ, തൃശ്ശൂർ ലോബി എന്നൊക്കെ ഞാൻ കണ്ടതാണ്. ഞാൻ ആ റൂമിലേക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഏതോ ഒരു അന്യഗ്രഹ ജീവി ചെന്ന പോലെയാണ്. ഞാൻ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ലല്ലോ, ഏതോ 2-3 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. മുഖം കാണിച്ച് എന്നെയൊക്കെ അവർ സ്വീകരിച്ചത് ഒരു അന്യഗ്രഹ ദൈവത്തെ പോലെയാണ് സ്വീകരിച്ചത്. ശരിക്കും ഞാനത് ചൂടിപ്പോയി. അത്രമാത്രം ആരെങ്കിലും അവരെ സഹായിക്കാനായിട്ട് എത്തുക എന്ന് പറയുമ്പോൾ ഈ തൃശ്ശൂർ ലോബിയുടെ ഒരു സ്നേഹത്തിൽ ഞാൻ വല്ലാതെ മുങ്ങിപ്പോയതാണ്. അതിനുവേണ്ടിയാണ് അവർ ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നത്. ഈ സിനിമ 10 പേരും തിയേറ്ററിൽ എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അതൊരു ഈ ലോബി എന്ന് പറയുന്ന സൗഹൃദ ലോബിയാണ്. അല്ലാതെ ഒരു ക്രൂര ലോബിയിൽ ആരെങ്കിലും ഇല്ലാതാക്കാനോ നശിപ്പിക്കാനോ വേണ്ടിയുള്ളതല്ല. കുറേ സ്വപ്നങ്ങളുടെ ഒരു പൂർത്തീകരണത്തിനായിട്ടാണ് ഇവിടെ ലോബി നമ്മുടെയൊക്കെ മുമ്പിൽ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ കൈനീട്ടിയിരിക്കുന്നത്.